ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡെയിലി റിവ്യൂസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ പ്രതാപനാണെങ്കിൽ ചന്ദ്രമോഹനെ തുളസീധരനോട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനായിട്ട് വിടുന്നുണ്ട്. ഈ സമയം ചന്ദ്രമോഹൻ അവിടേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു ചുറ്റുപാടും അവസ്ഥയൊക്കെ കണ്ടിട്ട് പണം കൊടുത്തതിന് ശേഷം കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് അങ്ങും ഇങ്ങും തൊടാതെ തുളസീധരനോട് ആ ഒരു കഥ പറയുകയാണ്. ബാംഗ്ലൂരിൽ വലിയൊരു ബിസിനസ്മാനാണ്. അയാൾക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ തയ്യാറെടുത്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ സഹായദാനമായിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ തുളസീധരനാണെങ്കിൽ അതങ്ങോട്ട് വകവയ്ക്കുന്നില്ല. അപ്പം തന്നെ ചന്ദ്രമോഹന് മനസ്സിലാവുന്നുണ്ട് അയാൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല, ഒരിക്കലും സമ്മതിക്കില്ല എന്നും. പിന്നീട് ചന്ദ്രമോഹൻ യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കാര്യം നടക്കാതെ വരുന്ന സമയത്ത് പ്രതാപന് നല്ല രീതിക്ക് തന്നെ ദേഷ്യം വരികയാണ്. നീ പിന്നെ എന്തിനാ അങ്ങോട്ട് പോയെന്നൊക്കെ ചന്ദ്രമോഹനോട് ചോദിക്കുന്നുണ്ട്. സാറേ, നമുക്ക് ഒരിക്കൽ കൂടിയും ഒന്ന് മുട്ടി നോക്കാമെന്നൊക്കെ ചന്ദ്രമോഹൻ വാക്ക് കൊടുക്കുകയാണ്. വീണ്ടും പണവുമായിട്ട് പ്രതാപനാണെങ്കിൽ ചന്ദ്രമോഹനെ തുളസീധരൻ്റെ വീട്ടിലേക്ക് വിട്ടയക്കുന്നു. അങ്ങനെ ഡെയിലി പണം കൊണ്ടുവരുന്നത് കാണുമ്പോൾ തുളസീധരൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പ്രതാപൻ എപ്പോഴും ഞങ്ങൾക്കിങ്ങനെ പണം തരുന്നത്? അവരുടെ മനസ്സ് വലുതാണ്. കല്യാണിക്കുട്ടിയമ്മ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന അമ്മയാണ്. അതുകൊണ്ട് ആ ഒരു വാത്സല്യം എപ്പോഴും കാണും. അതുകൊണ്ടായിരിക്കണം മകനോട് പൈസ കൊടുത്ത് വിടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഇപ്രാവശ്യം വരുന്ന സമയത്ത് അവരൊക്കെ ഒന്ന് മെച്ചപ്പെട്ട രീതിക്കാണ് ഇരിക്കുന്നത്. കാരണം ഉടുതുണിക്ക് മറുതുണിയിൽ ഇല്ലാതെ ഇരുന്നവർ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഇരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ പ്രതാപൻ ചെയ്യുന്ന സഹായം കൊണ്ട് തന്നെയാണ്. അങ്ങനെ ചായയും പലഹാരങ്ങളൊക്കെ ആയിട്ട് അവിടെ മീനാക്ഷിയും അനിയത്തിയും എത്തുന്നുണ്ട്. അതിനു മുമ്പായി തന്നെ ഈ ചന്ദ്രമോഹനാണെങ്കിൽ തുളസീധരനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. സാറിന് മൂത്ത മകൾ മീനാക്ഷി ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിന് റെഡിയാകുമോ എന്ന്, താൻ എന്തായി ഉദ്ദേശിക്കുന്നതെന്ന് തുളസീധരൻ ചോദിക്കുമ്പോൾ അതുതന്നെയാണ്. മറ്റൊന്നും സറോഗസിക്ക് റെഡിയാകുമോ എന്നാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു പൈസ ഓൾറെഡി ചന്ദ്രമോഹൻ തുളസീധരൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറുമൊരു സഹായമായിരിക്കുമെന്നാണ് തുളസീധരൻ കരുതിയത്. ആ പൈസ വലിച്ചെറിഞ്ഞുകൊണ്ട് തുളസീധരൻ ചന്ദ്രമോഹൻ്റെ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം. ഞാൻ കരുതിയത് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സഹായിക്കാമെന്നതാണെന്നാണ്. പക്ഷേ ഉള്ളിൽ ഇങ്ങനെയായിരുന്നല്ലേ? ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എൻ്റെ മോളെ ഏതോ ഒരുത്തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാനായിട്ട് വില പേശുന്നുവോ? ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമോഹനോട് ദേഷ്യപ്പെടുന്ന തുളസീധരനെയാണ് പലഹാരവുമായിട്ട് വരുന്ന അനിയത്തിയും മീനാക്ഷിയും കാണുന്നത്. അവരും ആകെ ഷോക്കായി പോകുന്നു. അവിടെ നിന്നും ഒരക്ഷരം പോലും മിണ്ടാതെ ചന്ദ്രമോഹൻ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാര്യങ്ങൾ തുളസീധരനാണെങ്കിൽ മീനാക്ഷിയോട് പറയുന്നു. അവളും ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ അമ്മയും എല്ലാവരും ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? ആകെ ഉള്ളൊരു സഹായം ആ പ്രതാപനായിരുന്നു. അയാൾ ഇങ്ങനെയൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സഹായിച്ചിരുന്നത്. ഇനി നമ്മൾ കൂട്ടാത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ മീനാക്ഷി പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്. അങ്ങനെ തുളസീധരനാണെങ്കിൽ ദേഷ്യം അടക്കാനായിട്ട് പറ്റുന്നില്ല. അയാൾ പ്രതാപനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഒന്നില്ലെങ്കിലും സാമാന്യ ബോധമില്ലേ? ഞങ്ങളുടെ അവസ്ഥ മുതലെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടാണോ ചന്ദ്രമോഹനെ വിട്ടയച്ചത്? നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് ചിലവാക്കി തിരിച്ചു തരാനും വകയില്ല. പക്ഷെ കുറിച്ച് വെച്ച പ്രതാപ, നിൻ്റെ പൈസ ഞാൻ തന്നിരിക്കും. എൻ്റെ മോളുടെ മാനത്തിനും അതുപോലെ അവൾ പ്രസവിക്കാനൊക്കെ ആയിട്ട് നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾ വല്ലാതെ ഡയലോഗ് അടിക്കരുതും വരണ്ട, സമ്മതമാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾക്ക് തന്നെ തരാമെന്ന് കരുതി, അല്ലാതെ മറ്റൊന്നല്ലെന്ന് പറഞ്ഞുകൊണ്ട് തുളസീധരനോട് പ്രതാപൻ വല്ലാതെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടുകൊണ്ട് അധികമൊന്നും സംസാരിക്കാതെ തുളസീധരനും അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ആകെ വട്ടായ അവസ്ഥയിലാണ് പ്രതാപൻ. എന്തായാലും പുതിയ റിവ്യൂസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.